ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ ദൈവം കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം കാണിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ മഹിമാവ് പോലും നിന്നെ വ്യക്തിപരമായി കാരുണ്യത്താൽ രക്ഷിക്കാനാണ്. എന്ന് വെച്ചാൽ നാം ഒരിക്കലും പിടയുന്നതോ കരയുന്നതോ ദൈവമഹത്വത്തിൻ്റെ ഭാഗമല്ല. ദൈവത്തിന് തന്നിൽ തന്നെ ഒരു മഹത്വം ആഗ്രഹവുമില്ല. സമ്പൂർണ്ണ മഹിമയായ ദൈവം തന്നെ ഉയർത്തുന്നത് നിന്നെ നോക്കാനാണ്, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാനാണ്, തൻ്റെ കാരുണ്യം സത്യമാണെന്ന് തെളിയിക്കാനാണ് ദൈവം മഹിമയിൽ ജ്വലിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രമാണ്. യെശയ്യാ 30:18 വ്യക്തിപരമായിട്ട് ഈ വചനം സ്വീകരിക്കുക. നിന്നോട് വ്യക്തിപരമായി ഔദാര്യം കാണിക്കാൻ വേണ്ടി പടിവാതിൽ ഒരു അതിഥിയെപ്പോലെ, ആത്മസ്നേഹിതനെ പോലെ കാത്തിരിക്കുന്ന ദൈവം, അണിഞ്ഞൊരുങ്ങി കഷ്ടപ്പെട്ട് അവൻ ഉയർന്നു വന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി വന്നത്, തന്നെ ഉയർത്തിയത് നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാനാണ്. വ്യക്തിപരമായി ഈ വചനത്തെ ഏറ്റെടുത്ത് ഉരുവിട്ട് അഭിഷേകം പ്രാപിക്കുമ്പം ദൈവകരുണയുടെ ഒരു കോട്ടയ്ക്കുള്ളിൽ നമ്മൾ സംരക്ഷിക്കപ്പെടും. അതൊരു സ്വപ്നമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഈ സത്യമുള്ള സംരക്ഷണം ഈ വചനത്തിലൂടെ നിങ്ങളെ തേടി വരട്ടെ. ആമേൻ ആമേൻ ആമേൻ.